BDS വിദ്യാർത്ഥി നിതിൻ രാജിന്റെ മരണത്തിൽ പ്രതിഷേധിച്ച് ആക്ഷൻ കൌൺസിൽ പ്രഖ്യാപിച്ച ഹർത്താൽ നാളെ 52 ദളിത് സംഘടനകൾ ചേർന്നാണ് നാളെ ഹർത്താൽ പ്രഖ്യാപിച്ചിരിക്കുന്നത്. രാവിലെ 6 മണി മുതൽ വൈകുന്നേരം 6 മണി വരെയാണ് ഹർത്താൽ. വിവരങ്ങളുമായി ജിബിൻ ജെബിയാണ് ചേരുന്നത്. ജിബിൻ, ഈ ഹർത്താലുമായി മുന്നോട്ടു പോകാൻ തന്നെയാണോ സംഘടനയുടെ തീരുമാനം? ഏതെല്ലാം സർവീസുകളെയാണ് ഈ ഹർത്താൽ ബാധിക്കുക? ശ്രീ നിതിൻ രാജിന്റെ മരണത്തിന് തൊട്ടു പിന്നാലെയാണ് കുടുംബത്തിന് നിയമ പോരാട്ടങ്ങൾക്ക് ശക്തി പകരുന്നതിനും പ്രതിഷേധ പരിപാടികൾക്ക് വേണ്ടിയാണ് ഒരു ആക്ഷൻ കൗൺസിൽ രൂപീകരിച്ചത്. ദളിത് സംഘടനകളുടെ നേതൃത്വത്തിലാണ് ഈ ആക്ഷൻ കൗൺസിൽ രൂപീകരിച്ചത്. ഇവരുടെ നേതൃത്വത്തിലാണ് നാളെ സംസ്ഥാന വ്യാപകമായി ഹർത്താൽ ആചരിക്കാൻ തീരുമാനിച്ചിരിക്കുന്നത്. രാവിലെ 6 മണി മുതൽ വൈകുന്നേരം 6 മണി വരെയാണ് ഹർത്താൽ പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഈ ഹർത്താലിന് നേതൃത്വം നൽകുന്നത് സംസ്ഥാനത്ത് നിലവിലുള്ള 52 ദളിത് സംഘടനകളാണ് ഈ ഹർത്താലിന് നേതൃത്വം നൽകുകയും ചെയ്തിട്ടുള്ളത്. എന്തായാലും അവശ്യ സർവീസുകളെ ഈ ഹർത്താലിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ടെന്നാണ് അവർ പറഞ്ഞിരിക്കുന്നത്. പ്രത്യേകിച്ച് ഇന്ന് വൈകുന്നേരം ഈ ആക്ഷൻ കൗൺസിലിന്റെ നേതൃത്വത്തിൽ തിരുവനന്തപുരത്ത് ഒരു പ്രതിഷേധ മാർച്ചുമുണ്ട്. രക്തസാക്ഷി മണ്ഡപം മുതൽ ഗാന്ധി പാർക്ക് വരെ നീണ്ടു നിൽക്കുന്ന ഒരു പ്രതിഷേധ മാർച്ചും അതിനുശേഷം ഗാന്ധി പാർക്കിൽ വെച്ച് ഈ പ്രതിഷേധക്കാർ അതായത് ഈ നിതിൻ രാജിന്റെ മരണവുമായി ബന്ധപ്പെട്ട നിലവിൽ അവിടെ നിന്ന് നടത്തുന്ന നിയമ പോരാട്ടങ്ങളെ കുറിച്ച് സംസാരിക്കുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും നിതിൻ രാജിന്റെ മരണവുമായി ബന്ധപ്പെട്ടാണ് നാളെ സംസ്ഥാനത്ത് രാവിലെ 6 മണി മുതൽ വൈകുന്നേരം 6 മണി വരെ നീണ്ടു നിൽക്കുന്ന ഹർത്താൽ പ്രഖ്യാപിച്ചിരിക്കുന്നത്. ശരി, BDS വിദ്യാർത്ഥി നിതിൻ രാജിന്റെ മരണത്തിൽ പ്രതിഷേധിച്ചാണ് ദളിത് സംഘടനകൾ നാളെ ഹർത്താൽ പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഏതായാലും അവശ്യ സർവീസുകളെയൊക്കെ തന്നെയും ഹർത്താൽ ബാധിക്കില്ലെന്നാണ് വിവരങ്ങൾ ജിബിൻ ജെബി നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.